കാണാനില്ല, വെള്ളി ഇഷ്ടിക കാണാനില്ല, അങ്ങനെയുള്ള കുറേ കാര്യം അതിനൊക്കെ വളരെ SIT വളരെ കൃത്യമായിട്ട് ഇതിൻ്റെ അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അതെല്ലാം വളരെ ഭദ്രമാണ്. അതിൽ ഇത്ര എമൗണ്ട്, ഇത്ര ക്വാണ്ടിറ്റി കോയിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു, ഇത്ര ക്വാണ്ടിറ്റി അവിടെ വിഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് പൂശാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊടുത്തു എന്നുള്ളതിൻ്റെ കൃത്യമായ കണക്കുണ്ട്. അതവർ പുറത്തു വിട്ടിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുമുണ്ട്. അതിനു യുവമാരെ ഈ തിന്നു യാദവിന്റെ കൂട്ടുകാർ മൊത്തം അടിച്ചോണ്ട് എത്ര ആർക്കറിയാം, ആർക്കും അറിഞ്ഞൂടാ. അങ്ങനെ ഒരു കാര്യമുണ്ട്, കാണിക്കപ്പണം. ഇതാണ് ഹാഷ്മി നിങ്ങളുടെ തന്ത്രം. ആർക്കറിയാം എന്തെല്ലാം നടന്നിട്ടുണ്ടാകും. അതന്നെ ആകെ 45 ദിവസം CCTV ഉള്ളൂ. ബാക്കി CCTV മൊത്തം യുവമാർ അടിച്ചു കളഞ്ഞു. ബാക്കി CCTV മൊത്തം ടിന്നു യാദവിന്റെ നേതൃത്വത്തിൽ അടിച്ചു കളഞ്ഞു. 6 മാസം CCTV സൂക്ഷിക്കണമെന്നാണ്. ആകെ 45 ഡേയ്സിലെ 70 കൊള്ള മാത്രമേ നമ്മൾ അന്വേഷണ പരിധിയിലുള്ളൂ. അതിനു മുമ്പ് എത്ര ആർക്കറിയാം ഷാബു? അതിനു മുമ്പ് എത്ര കോടി യുവമാർ അടിച്ചോണ്ട് പോയി, എത്ര കോടി എവിടൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആർക്കറിയാം? ഹാഷ്മി എല്ലാ CCTVയുടെയും ബാക്കപ്പ് സൂക്ഷിക്കുന്നത് 45 ദിവസമാണ്. അത് ലോകത്തെല്ലായിടത്തും അങ്ങനെയാണ്. 6 മാസക്കാലത്തെ CCTVകൾ സൂക്ഷിക്കണമെന്നാണ് അവിടുത്തെ ചട്ടം. അടിച്ചു കളഞ്ഞു. SIT കണ്ടെത്തിയതാ. സൂക്ഷിക്കാനുള്ള സർവറൊന്നും ഇല്ല. ഇവരടിച്ചു കളഞ്ഞു എന്നുള്ളതാണ് SIT കണ്ടെത്തിയത്. SIT കണ്ടെത്തിയതാ ഇവരടിച്ചു കളഞ്ഞു എന്നുള്ളത്. ന്യായീകരിക്കില്ലേ പ്ലീസ്? 45 ദിവസത്തെ അരുത്, കള്ളന്മാരെ ന്യായീകരിക്കില്ലേ ഷാവപ്രസാദ്? ദിവസത്തെ CCTV ദൃശ്യങ്ങൾ മാത്രമാണ്. അരുത്, രാമക്ഷേത്ര കൊള്ളക്കാരെ ന്യായീകരിക്കല്ലേ ഷാവപ്രസാദ്? ഹാഷ്മി അനാവശ്യമായി ഇമാതിരി വർത്താനം പറയരുത്. ഇല്ലല്ല, അങ്ങനെ ന്യായീകരിക്കണം. CCTVകൾ ഇവ നശിപ്പിച്ചു. താങ്കളുടെ നിലപാടുകൾ പറയാം. CCTV ദൃശ്യങ്ങൾ ഇവമാര് നശിപ്പിച്ചു. ആ നശിപ്പിച്ച കാര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങ് സാങ്കേതികത്വത്തിൽ അവർക്ക് ന്യായം തീർക്കല്ലേ? മോശമാണ്. ഹാഷ്മി ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കള്ളന്മാരെ ന്യായീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേദനയോടെ പറയേണ്ടി വരും. ഹാഷ്മി തെമ്മാടിത്തരമാണ് പറയുന്നത്. വേദനിക്കണ്ട, അങ്ങ് ചെയ്യുന്നത് പരോക്ഷമായി അതാണ്. ഗുരുതരമായ ക്രമക്കേടുകൾ അങ്ങ് ചെയ്യുന്നത് പരോക്ഷമായി അതാണ് ഷാവപ്രസാദ്. ഞാൻ പറയാൻ കാരണം എന്താണ്? 45 അവിടുത്തെ SOP 6 മാസം CCTV സൂക്ഷിക്കണം. ആകെ 45 ഡേയ്സ് അവിടെ ഉള്ളൂ. ബാക്കിയുള്ളത് ഈ തിന്നുയാദവ് അടക്കമുള്ളവർ സ്വാധീനപ്പെടുത്തി ഇല്ലാതാക്കി എന്ന് ഞാൻ പറയുമ്പോൾ അങ്ങ് സാങ്കേതികത്വം പറയാണ്. പരോക്ഷമായി അവർക്കുള്ള ന്യായീകരണം അത്. അതിന് തെമ്മാടുത്ത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്ത് അങ്ങനെയാണെങ്കിൽ എന്തിനാ 45 ദിവസത്തെ സൂക്ഷിക്കുന്നത് ഹാഷ്മി? അതാത് ദിവസം വായിച്ചു കളഞ്ഞൂടെ? എന്തെങ്കിലും അങ്ങനെ പറയരുത്. അല്ല, അതായത് അതവരുടെ കൊള്ള ബുദ്ധിയിൽ അത് പോയില്ല. അവിടെ ക്രമക്കേട് എന്തായാലും ഹാഷ്മി ഇപ്പൊ പറഞ്ഞു കൊടുത്തത് നന്നായി. ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന്റെ അന്വേഷണം ഇനിയും കോടതി നിരീക്ഷണത്തിലുള്ള അന്വേഷണം വേണോ? തീർച്ചയായിട്ടും ആകാം. ഇനിയും CBI ഇനി എന്ത് തന്നെ ഇനിയും കോടതി നിരീക്ഷണത്തിലുള്ള അന്വേഷണം നടന്നാലും ഈ രാജു P നായരും ഹാഷ്മിയൊക്കെ പറയുന്നത് ഇനി അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ അതിനുള്ള നിങ്ങൾക്ക് അനുകൂലമല്ലാത്ത, നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾ പറയുന്നത് ഈ രാജ്യത്തെ കോടതികളും മോദിക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്നാണ്. ഷാബു പ്രസാദിന് ബോധ്യമാവുന്ന റിപ്പോർട്ടാണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. അങ്ങേക്ക് നല്ല ധാരണ. അതുകൊണ്ടാണ് ഈ കർസേവകൻ സന്തോഷ് ദുബെ പറയുന്നത് SIT എന്ന് പറഞ്ഞാൽ ഒരു കണ്ണുകെട്ടാണ്. അത് ഈ പറയുന്ന റായിയെ, ചമ്പത്തറായെയും ഇസ്രയെയും മറ്റേ റാവുവിനെ രക്ഷിക്കാനുള്ള കണ്ണുകെട്ടാണെന്ന് കർസേവൻ പറഞ്ഞത്. അതുകൊണ്ടാണ്. ഓക്കെ, ഞാൻ എത്താം. ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ ഇത് മാത്രമല്ല. ശ്രീ രാഹുൽ ഈശ്വർ നേരത്തെ രാജു P നായർ പറഞ്ഞ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. പറയൂ. ശബരിമലക്കൊള്ളയിലെ CPMന്റെ സ്ഥാനത്താണ് RSS ഇവിടുത്തെ നിങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ISI ഒക്കെ അന്വേഷിക്കേണ്ടി വരും. അത് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യമല്ല. കണ്ടോ ഉടനെ ഷാബു പ്രസാദ് VSPയുടെ വഴി ISIലോട്ട് പോയുണ്ടോ? രാജു P നായർ ഉടനെ ഷാബു പ്രസാദ് VSPയുടെ വഴി ISIലോട്ട് പോയുണ്ടോ? നമ്മൾ ഈ രാജ്യത്തിനകത്തെ കാര്യമാണ് ഷാബു സംസാരിക്കുന്നത്.
അവിടെ ഒരു ക്ഷേത്രത്തിൽ നടന്ന മാരകമായ കൊള്ളയെ പറ്റിയാ സംസാരിക്കുന്നു. ഒട്ടനെ ISIലോട് ചാടല്ലേ? അതെ, അല്ല, ഈ രാജ്യത്തെ അകത്തി കിടക്കുന്നത് പുറത്തു വരുന്ന എന്തോ ISI. അതായത് ദത്താത്രേയ ഹോസബിളെ പറഞ്ഞ അതേ ആന്റി നാഷണൽ വാദമാ അങ്ങിപ്പോ പറഞ്ഞു. വിട്ടേക്ക് നിങ്ങൾക്ക് വിട്ടേക്ക്. എന്തോ ISI. വിശ്വാസമില്ല, മനസ്സിലായി മനസ്സിലായി വിശ്വാസമില്ല, ഈ രാജ്യത്തെ വിശ്വാസമില്ല. പിന്നെ നിങ്ങൾക്ക് ആകെ വിശ്വാസമുള്ളത് ISIൽ മാത്രമായിരിക്കും. അങ്ങേക്ക് വിശ്വാസം ISIൽ ഉണ്ടായിരിക്കും. അന്നത്തെ കൈ വെച്ചാൽ മതി വിശ്വാസം. അത് ആ വാദം ഇവിടെ ഇറക്കണ്ട. ആ വാദം ഇവിടെ ഇറക്കണ്ട. അങ്ങ് കൈ വെച്ചാൽ മതി ആ വാദം. രാഹുൽ ഈശ്വർ ഇവിടെ രാഹുൽ ഈശ്വർ ശരി 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 രാഹുൽ ഈശ്വർ ISIയുടെ കാര്യം വരുന്നത് അത് നിഷ്കളങ്കമായി വരുന്നതല്ല, അകത്ത് കിടക്കുന്നത് തികട്ടി വരുന്നതാ. ഷാപ്പ് അത് വിട്ടേക്ക് അത് വിട്ട് നമുക്ക് ISI വിടാം. ISI നമ്മുടെ ഇതല്ലല്ലോ, വിട്ടേക്ക്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.